നോമ്പ് മാസത്തിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന അവസാനത്തെ ആ ഒരാഴ്ചയിലൂടെയാണ് ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഉയർപ്പിന് തൊട്ടു മുന്നേയുള്ള ആ ഒരാഴ്ചക്കാലം, ഈ ഒരു കാലത്തെ പൊതുവെ പറയുന്നത് വിശുദ്ധ വാരം എന്നാണ്. ഓശാനയ്ക്കും ഉയർപ്പിനും ഇടയിലുള്ള ആ ഒരു സമയം. ഇതിൽ ഓരോ ദിവസങ്ങൾക്കും ഓരോ പ്രത്യേകതയുണ്ടെന്നാണ് പറയുന്നത്. ഓരോ ദിവസത്തെയും ഈ ആഴ്ചയിലെ ഓരോ സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് ഈ ദിവസങ്ങളിലെ പ്രത്യേകതകളെ പറ്റി പറയുന്നത്. പിന്നെ ഇത്തരം വിഷയങ്ങളിൽ വിശ്വാസവും താല്പര്യവും ഉള്ളവർക്കാട്ടോ ഈ ദിവസങ്ങളെയെല്ലാം വളരെ വിശദമായിട്ടും പ്രത്യേകത ഉള്ളതായിട്ടൊക്കെ തോന്നുന്നത്. ബാക്കിയുള്ളവർക്ക് ഈ ദിവസങ്ങളെല്ലാം സാധാരണ ദിവസങ്ങൾ പോലെ കടന്നു പോകും. പിന്നെ ഏതൊരു മതവിശ്വാസത്തിലായാലും ഈ നോമ്പ് സമയം എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പുതുക്കാനുള്ള സമയമാണ്. ക്രിസ്തീയ വിശ്വാസപ്രകാരം പറയുകയാണെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ ഉയർപ്പിക്കാനുള്ള സമയം, അതായത് പഴയ മനുഷ്യനെ ഒരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനെ ധരിക്കുക എന്ന കുരിശിൻ്റെ വഴിയിലെ പ്രാർത്ഥന പോലെ. ലൈഫിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അതിനുവേണ്ടി പ്രയത്നിക്കുന്നവർക്കും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒരുങ്ങാൻ പറ്റിയ സമയം. പിന്നെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താനും എന്തെങ്കിലും പുതിയതായിട്ട് കൊണ്ടുവരാനും ഈ നോമ്പ് സമയം തന്നെ ആവണമെന്നില്ല കേട്ടോ. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വേണമെന്ന് തോന്നിയാൽ ആ മൊമെൻറ്റിൽ തന്നെ മാറണം. കാരണം മാറ്റങ്ങൾ എന്നും അനിവാര്യമാണ്. ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ നല്ലതിനായിട്ട് മാറുക.